ഞാൻ നോക്കി വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഓൺലൈൻ സ്റ്റോർക്കും ഷോപ്പൊക്കെ ഉള്ള കുറച്ച് പർച്ചേസിങ്ങും പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മളിതാ പർച്ചേസിങ്ങിന് രാവിലെ മാർക്കറ്റിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് ഞാനും ഉമ്മയും ഹസ്സൂടി പോയിട്ടുണ്ടായിരുന്നത്. ഹസ്സു എൻ്റെ കൊറിയറിൻ്റെ സംഭവമൊക്കെ കാണാൻ പറഞ്ഞിട്ട് ആൾ കൂടെ പോകുന്നതാണ് കേട്ടോ. ആൾക്ക് പിന്നെ വരണ്ടില്ലേനിന്ന് തോന്നിപ്പോയി. അവനിതാ ഫുഡ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ കുറേ ഹോട്ടലിൽ തരുന്ന ഒരു നെയ്ച്ചോറൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പർച്ചേസിങ്ങിന് അവന് ടോയ്സ് വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് 2-3 ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. കാരണം നമ്മളെ പർച്ചേസിങ്ങിന് അയക്കുന്നില്ല ആൾക്ക്. നമ്മളിങ്ങനെ ഡ്രസ്സും കാര്യങ്ങളും നോക്കുമ്പോൾ ഓരോ ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അവന് ആളെ പറഞ്ഞിട്ട് കാര്യം നല്ല ടയർഡായിട്ടുണ്ട്, ബോറടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മളിതാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊയ്തീൻ പള്ളിയിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ടയർഡായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല എൻ്റെ ഫേസൊക്കെ ആകെ വെയിലൊക്കെ കൊണ്ട് ഒരു ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഉമ്മാൻ്റെ ഹെൽമെറ്റിന് വേണ്ടിയിട്ട് ഗ്ലാസ് ഇടാ ഒരു ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് കുറേ പർച്ചേസിങ് നടക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈൻ സ്റ്റോർക്ക് ഷോപ്പൊക്കെ ഉള്ളതും പിന്നെ നമ്മളിപ്പോൾ കിച്ചണിലേക്ക് വേണ്ടിയിട്ടില്ല അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഫുള്ള് നമ്മൾ കാലിക്കറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റോറിൽ ഒരുപാട് അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എടുത്തിട്ടുള്ള പിക്കൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണണം. അപ്പോൾ ഇതാ നമ്മുടെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഇതാ പാത്രമൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അപ്പോൾ ഇത് കിച്ചൻ്റെ ഐറ്റംസൊക്കെ കിട്ടുന്നൊരു ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മാക്ക് ഇതാ പത്തിരിയൊക്കെ പരത്തി വെക്കാനും പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള 2-3 പാത്രമൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഉമ്മ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. ഹസ്മോൻ ഇതാ അവനാകെ ടയർഡായിട്ടുണ്ട്. കാരണം അവന് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ഓരോ പർച്ചേസിങ്ങിന് ആൾക്ക് ഒരു ക്ഷമയില്ല കേട്ടോ. അപ്പോൾ ഇതാ ഹസ്സൂന് ഒരുപാടായിട്ട് അവൻ പറയുന്നത് ഞാൻ എന്നും ഉമ്മാൻ്റെ അടുത്തല്ല നിൽക്കാറ്. അപ്പോൾ ഉമ്മാൻ്റെ പർച്ചേസിങ്ങിന് ഞാനും വരും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ആളെ കൊണ്ടുപോയപ്പോൾ ആൾക്ക് ഇനി വരണ്ടാന്നായിട്ടാ. കാരണം നമ്മൾ മാർക്കറ്റിൽ രാവിലെ വന്നിട്ട് ഒരുപാട് തിരക്കിൻ്റെ ഇടയ്ക്ക് ഓരോ സംഭവം വലിച്ചെടുക്കുമ്പോൾ ആൾക്ക് ബോറടിച്ചിട്ടുണ്ട്. പിന്നെ അതാ റോഡ് സൈഡിൽ നിന്നൊരു ഇളങ്ങി വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുത്തു. അതും വേസ്റ്റ് ചെയ്ത് പിന്നെ നമ്മുടെ ഇടവണ്ണപ്പാറ എത്തിയപ്പോഴാണ് നമ്മൾ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഹോട്ടലിൽ കയറി ഇതാ നൈസ് പത്തിരിയും പൊറാട്ടയും പിന്നെ ബട്ടർ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ നോമ്പായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇന്ന് ഫുള്ള് നമ്മൾ മാർക്കറ്റിങ്ങിലായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ബിസിയുള്ള ഡേ ആണ്. അപ്പോൾ നൈസ് പത്തിരി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പൊറാട്ടിനാട്ടിലും എനിക്ക് തോന്നിയ പത്തിരിയാണ്. അപ്പോൾ എനിക്ക് പത്തിരി വാങ്ങി ഉമ്മ അതാ പൊറാട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹസൂനും പൊറാട്ട മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ ബട്ടർ ചിക്കൻ. അതൊക്കെ വാങ്ങിച്ച് പിന്നെ ഷോപ്പിലെത്തിയതിന് ചിക്കൻ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വെള്ളേരിക്ക്. അപ്പോൾ ഇക്കതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കും കുളിക്കൊക്കെ കിട്ടുന്ന ഷോപ്പിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കതാ ഓരോ വെറൈറ്റിയൊക്കെ വാങ്ങിച്ച് തരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇവിടെയൊക്കെ 12 മണി വരെ ഓപ്പൺ ആണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനും ഹസും ഇക്കയുടെ ഓരോന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഹസുമാനും ഇനിയാന്നത്തെ വീഡിയോയിൽ പോയപ്പോൾ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്ലുമ്മക്കായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വാങ്ങിച്ചതാ. ഇപ്പോൾ ഈ റമദാനാകുമ്പോൾ എല്ലാ അങ്ങാടികളിലുള്ള തന്നെയാണ് ഒരുപാട് വെറൈറ്റി ഡ്രിങ്കും അതുപോലെ തന്നെ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഇല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ അരീക്കോടും കല്ലുമ്മക്കായ അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ട്, മസാല മാങ്ങ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ കുറേ നമ്മളിതാ വാങ്ങിച്ച് കഴിച്ചു. ഹസൂന് കല്ലുമ്മക്കായൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മളൊരു കുലുക്കി പറഞ്ഞിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇക്കത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്കതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ വെള്ളേരി പോയിട്ടുണ്ട്. കാരണം ഒരു ദിവസമാണ് എൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടായിന്. അപ്പോൾ ഉമ്മാക്ക് ഹസ്ബനെ കാണണം ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവാണ് ചെയ്തിട്ടുണ്ടായിന്. ഇനി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അടിപൊളിയായിട്ടുള്ളൊരു കുലുക്കി എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പച്ചമാങ്ങൻ്റെ കേട്ടോ. അപ്പോൾ സോഡ ഒക്കെ ഒഴിച്ചിട്ട് എങ്ങനെയോ തന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ വെള്ളേരി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ന് വെള്ളേരി എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഓടൽ തുടങ്ങിയ ഓട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇപ്പം നല്ല ടയർഡായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ഗൾഫിൽ നിന്ന് വന്നായിരുന്നുണ്ട്. ഇനി എന്താ കൊണ്ടെന്ന് വെച്ചിട്ട് ഇതാ ബോക്സൊക്കെ തപ്പുന്നു. ഹെഡ്സെറ്റൊക്കെ അല്ല അത് എനിക്ക് വേണ്ടിട്ട് ചാർജറൊക്കെ വാങ്ങിച്ചാ.
ഞാൻ ഗൾഫിൽ നിന്ന് വന്നായിരുന്നുണ്ട് ചോദിക്കുന്ന കണ്ടിട്ട്. ഞാൻ ഒരു ദിവസം ഇല്ലാണ്ട് എല്ലാം സുഖിക്കാറില്ലേക്കാ. അത് കുറച്ച് കോപ്പി ഹെഡ്സെറ്റ് എനിക്ക് ഹെഡ്സെറ്റ് ഇല്ല, എനിക്ക് ചാർജർ. അപ്പോൾ ഇക്കത് അവിടെ ക്യാരറ്റ് ജ്യൂസ് അടിക്കുന്ന തിരക്കിലാണ് ആളെന്നും ഇപ്പോൾ കുടിക്കാറുണ്ട്. അപ്പോൾ വെള്ളത്തിലിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ നല്ല വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. അതിന് ശേഷം നമ്മളിത് അതിൻ്റെ സത്ത് മാത്രം എടുക്കുകയാണ് ഈ ഒരു മെഷീനിൽ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ തറാവിയൊക്കെ ഇക്ക കഴിഞ്ഞ് വന്നതിന് ശേഷമൊക്കെ കുടിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നല്ല ക്യാരറ്റിൻ്റെ ജ്യൂസാണ്, നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യാത്ത. പിന്നെ ഇത് ഉമ്മാൻ്റെ സ്പെഷ്യൽ നമ്മുടെ കഞ്ഞി ഉണ്ട്, നമ്മൾ ചീരാക്കഞ്ഞി ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയത് പറഞ്ഞാൽ ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഹസുവിൻ്റെ ഫേവറേറ്റ് സംഭവമാണ് ഇഡ്ഡലി. അപ്പോൾ ഹസു വന്നതിന് ശേഷം കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കതാ നല്ല ഫ്രൂട്ട്സിൻ്റെ സാലഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ആ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് തന്നെ ഒരുപാടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, കുറച്ച് ലൈറ്റായിട്ട് കഴിച്ചതാണ്. പിന്നെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അയക്കാനുള്ള കുറേ ഓർഡേഴ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കുകയാണ്. ഓരോ അഡ്രസ്സ് നമ്മൾ വാട്സപ്പിൽ നോക്കിയതിന് ശേഷം ഓരോന്നായിട്ട് എടുക്കുകയാണ്. കുറേ നമ്മൾ സ്റ്റോക്ക് ചെയ്തതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയാന്ന് കൊണ്ടുവന്നതും ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് അഡ്രസ്സ് നോക്കിയിട്ട് ഞാനതിങ്ങനെ വേർതിരിച്ചെടുക്കുകയാണ് ഇന്ന് അയക്കാനുള്ള ഐറ്റംസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓർഡേഴ്സ് തന്നാൽ നിങ്ങൾ എന്നാണോ ഓർഡർ ചെയ്തത് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. DTDC വഴി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊറിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഓരോന്നും നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് സെലക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കുറേ പേര് നമ്മളെ കമൻറ്റിലൂടെ റൈറ്റ് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം ഓരോന്നിനും ഓരോ റൈറ്റാണ്. ഒന്നില്ലേ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാനിതിൻ്റെ നെയിമും താഴെ കൊടുക്കുന്നുണ്ട്, കണ്ടില്ല. വാട്സപ്പിൽ ഓരോ അഡ്രസ്സും കാര്യങ്ങളായിട്ട് ഓരോരുത്തരിടും. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇവിടുന്ന് സ്റ്റോക്ക് ഉള്ളത് നോക്കിയിട്ടാണ് പാക്കിങ്ങിന് ഇരിക്കാറ്. സെലക്ട് ചെയ്തതൊക്കെ ഇന്ന് അയക്കാനുള്ളത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഓർഡേഴ്സാണ് ഇതിൽ കൂടുതലുള്ളത്. പാർട്ടി വെയർ ഐറ്റംസ് തന്നെയാണ്. പിന്നെ നമ്മുടെ ക്രീമും വന്നിട്ടുണ്ട് 3 ഓർഡർ. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് പോവുകയാണ്. ഇനി 3 നമ്മുടെ ഷോപ്പിൽ പുതിയ ബണ്ടിലുണ്ട് ഓർഡേഴ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഡ്രസ്സ് എഴുതിയിട്ട് ഷീറ്റ് ഞാൻ പിടിച്ചതാണ്. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ പെട്ടെന്ന് എടുക്കുക, കാരണം DTDC അതുപോലെ പോസ്റ്റ് വഴി നമ്മൾ കൊറിയർ അയക്കുന്നതാണ്. അപ്പോൾ ഇതിലധികം ഞാൻ പോസ്റ്റിലാണ് വിടുന്നത്. കുറേ പേർക്ക് ഹോം ഡെലിവറി വേണമെന്ന് പറഞ്ഞപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ. നിങ്ങളിപ്പോൾ ഓർഡർ തന്നാൽ ഇന്ന് തന്നെ കഴിയുകയാണെങ്കിൽ ഞാൻ ഡിസ്പാച്ച് ആക്കും. 3 to 5 ഡേയ്സിനുള്ളിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരുപാട് ഐറ്റംസ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോകണം, കാരണം എൻ്റെ വണ്ടി ഇപ്പം ഇന്ന് കംപ്ലൈൻ്റ് ആണ്. ഇനി ഇത് ബസ്സിന് കൊണ്ടുപോകണം ആലോചിച്ചിട്ടുള്ള ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ കുറേ അപ്ഡേഷൻ വന്നത്, അതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് കയറി നോക്കുക, അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാം ഓർഡേഴ്സ് ഫുൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഓർഡേഴ്സാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മളിതാ ടൗണിലേക്ക് പോവുകയാണ്. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ അയക്കാനുള്ളതുണ്ട്, DTDC അയക്കാനുള്ളതുണ്ട്. അപ്പോൾ ഞാനിതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോകേണ്ടി നിൽക്കുകയാണ്. എനിക്ക് നല്ലൊരു പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വണ്ടി ചെറിയൊരു കംപ്ലൈൻറ്റ് എന്നിട്ട് വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ ഇനി ബസ്സിൽ കൊണ്ടുപോകണം, ഏറെ കൊറിയറല്ല. അപ്പോൾ അത് ഭയങ്കര ടയേർഡായ ടൈമിൽ തന്നെയാണ് പണിയും കിട്ടിയത്. അപ്പോൾ എന്തായാലും നല്ല വെയിലായിട്ടുണ്ട്. നമ്മൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ബാഗിൽ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഞാനിത് വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോവുകയാണ്. അതിന് ശേഷം ഞാൻ പൂക്കോട് ചോല എത്തിയതിന് ശേഷം വീണ്ടും ഒരു ഓട്ടോ വിളിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇങ്ങനെ എൻ്റെ വീട്ടിൽ കുറച്ച് ഐറ്റംസ് വന്നതുണ്ട്. അപ്പോൾ അതിൽ നിന്നും എടുത്ത് അയക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു ഓട്ടോ താഴത്തുനിന്ന് പിടിച്ചിട്ട് മേലോട്ട് പോവുകയാണ് എൻ്റെ വീട്ടിലേക്ക്.
അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറേ ബണ്ടിൽ നമ്മൾ ഇന്നലെ വന്നതുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് എന്തായാലും നാളത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ നാളത്തെ വീഡിയോ വെയിറ്റ് ചെയ്യണം, കാരണം ഒരുപാട് പാർട്ടി വെയർ ജസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബണ്ടിൽ നമ്മുടെ എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഹൈലൈറ്റ് മാളിൽ. അപ്പോൾ അവൻ്റെ അടുത്താണ് നമ്മൾ വലിയ ചാക്കൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ ബൈക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും നമ്മളെ കയ്യിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൻ കൊണ്ടുവന്ന ഐറ്റംസിൽ നമ്മൾ സ്റ്റോക്ക് വന്നതുണ്ട്. ഈ ഒരു ബണ്ടിലൊക്കെ പുതിയ വന്ന അപ്ഡേഷൻ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതാ കാണിക്കുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല അടിപൊളിയായിട്ടുള്ള ഷിഫോണിലും അതുപോലെ ജോർജറ്റിലൊക്കെ ഉള്ള പാർട്ടി വെയർ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷൻ ആയിട്ടുള്ള നമ്മൾ ആര്യാക്കട്ട് വർക്ക് വരുന്ന ഇത് ഷോള് വരുന്ന ഗൗണൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോരോ പാറ്റേണുകളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ബണ്ടിലാണ് ഞാൻ കാണിച്ചിരുന്നത്. നല്ല കളേഴ്സ് ചാർട്ടുകളാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് തന്നെയാണ്. ഇതെല്ലാം ഒരുപാട് വെറൈറ്റി ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ റീസ്റ്റോക്ക് ഐറ്റംസ് നമ്മൾ വേറെ ചാർട്ടിൽ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ ചോദിച്ച ഐറ്റംസ് എന്തായാലും നെക്സ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഓരോന്നായിട്ട് ജസ്റ്റ് ഇനി ഇതെല്ലാം ഫോട്ടോസ് എടുക്കണം. അതാണ് വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ, ഓരോന്ന് എടുത്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ കുറേ കളക്ഷൻ എത്തിയിട്ടുണ്ട്. അതിൻ്റെ പിക്കൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് പോയി ചെക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നെയിം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, റോസ് പെറ്റൽസ് എന്നാണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റി പാർട്ടി വെയർ ഇപ്പോൾ വന്നിട്ടുണ്ട്, വണ്ടിൽ പൊളിച്ചിട്ടുണ്ട്. ഈ പിക്സ് ഈവനിങ് എടുത്തിട്ട് അതിൽ പോസ്റ്റ് ചെയ്യണം. ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കുക. ലിമിറ്റഡ് സ്റ്റോക്കുകളേ ഉള്ളൂ. ഹെവി പാർട്ടി വെയർ ഒക്കെ 1400, 1500, 1600 ആ റേറ്റിനൊക്കെ നല്ല അടിപൊളി സെറ്റ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ സെറ്റിൻ്റെ ഫോട്ടോ നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് എടുക്കാൻ ആയിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഇങ്ങോട്ട് വന്നതാണ് ബണ്ടിലെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ബിസിയാണ് കേട്ടോ. സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൂടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ ഇതാക്കി പോവുകയാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. നമ്മളെല്ലാവർക്കും ഇവിടെ സുഖമാണ്. കുറേ പേര് ഉമ്മാൻ്റെ വിശേഷമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ കാണുന്നുണ്ട്, കമൻറ്റ് വായിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മാക്കും എല്ലാ ഹസ്ബൻഡിനൊക്കെ സുഖമാണ്, അങ്ങനെ പോകുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.